ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ UK ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോവാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. മാൻറ്റോർ എന്നാണ് ഈ ഒരു പ്ലേസിൻ്റെ പേര്. അത് പീക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കാണ് കേട്ടോ, ഇംഗ്ലണ്ടിലെ. അപ്പോൾ പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഭയങ്കര പച്ച പരവതാനി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കര രസമായിരുന്നു. രണ്ട് സൈഡിലെയും കാഴ്ചകൾ അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു കൺട്രി സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കുകളൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ സൈഡിലെ വീടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദൂരെ ഒരു ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഞാൻ കണ്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഫാം നടത്തുന്നവരുടെ ഒരു ലിവിങ് സ്പേസ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അതിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം രണ്ട് സൈഡിലും കുറേ ചെമ്മരിയാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ കുറേ ഫാമുകളുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ്? മാൻറ്റോറിലോട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. അവിടെ എത്തുന്ന വഴിക്ക് നമ്മൾ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഒന്ന് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിർത്തിയിട്ടത്. ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി സൈഡിൽ നിർത്തിയിട്ടത്. ശരിക്കും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്. ഈ മലനിരകളുടെ നടുക്കൂടുള്ളൊരു റോഡ് സെറ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ക്യാമറയ്ക്ക് അങ്ങോട്ട് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. കണ്ണുകൾക്ക് ശരിക്കും കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഞങ്ങൾ എക്സാക്റ്റ് സ്പോട്ടിലെത്തി. അത് മാൻറ്റോർ എന്ന് പറയുന്ന എക്സാക്റ്റ് സ്പോട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ അതേ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന കുറേ മനുഷ്യന്മാരെ നമ്മൾ കണ്ടു കേട്ടോ. ശരിക്കും മേളിലൊരു പൊട്ട് പോലെ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ മല കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഗേറ്റ് എന്ന് പറഞ്ഞ അകത്ത് കയറിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, റോക്ക് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന്. ഇതേ കണ്ടില്ലേ? നടന്ന് നമ്മൾ പോയപ്പോഴത്തേനും അവിടെ ഒരു കേവ് കണ്ടു. അപ്പോൾ കേവിൻ്റെ ഉള്ളിൽ എന്താണ് എന്നറിയാനുള്ള ഒരു ആക്രാന്തം. മഞ്ഞുമൽ ബോയ്സ് കണ്ടതിൻ്റെയൊക്കെ എഫക്റ്റ് സ്റ്റിൽ മാറിയിട്ടില്ല. കയറുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഭയങ്കര എന്നാ പറയണേ, ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു കേട്ടോ ആ ഒരു കയറുന്ന ഒരു പ്ലേസ്. ഇതാണ് കേട്ടോ ആ കേവിൻ്റെ ഉള്ളിലെ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സാധാ കേവിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ. പിന്നെ അതിൻ്റെ അകത്തൂടെ വേറെ വഴികളോ അല്ലെങ്കിൽ കൂടുതൽ ഉള്ളിലോട്ട് പോകൽ അധികം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ നേരത്തെ കണ്ട മൗണ്ടെയിൻ ഇല്ലേ, അത് കയറാൻ പോവാണ് കേട്ടോ. ശരിക്കും മഞ്ഞുമൽ ബോയ്സിന് നടന്ന പോലെ നമുക്കൊരു സംഭവം നടന്നു കേട്ടോ. നമ്മുടെ കൂടുതൽ ഒരാൾ കേവിൻ്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു, അവിടെ തെന്നി വീണിട്ട് കാര്യമായൊന്നും പറ്റില്ല. തറയിൽ ജസ്റ്റ് ഒന്ന് വീണു. ഡ്രസ്സിലൊക്കെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആയി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വെട്ടം പോകുന്നതിന് മുന്നേ തന്നെ മുകളിൽ ചെല്ലണം എന്ന് എന്തായാലും ഉണ്ടായിരുന്നു. വെട്ടം പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നടന്നു തുടങ്ങി എല്ലാവരും. അങ്ങനെ ഒരു ഹാഫൊക്കെ എത്തിയപ്പോഴത്തേന് തന്നെ നമുക്ക് നേരത്തെ പാരാഗ്ലൈഡിങ് ചെയ്ത ആൾക്കാരെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവരെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഹാഫൊക്കെ എത്തിയപ്പോഴത്തേനും എല്ലാവരും പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഡാൻഡലൈൻസ് ഒക്കെ എല്ലാവരും ചെയ്തു കേട്ടോ. കൂട്ടത്തിൽ എല്ലാവരും ചെയ്തു. ഡാൻഡലൈൻസ് ഒക്കെ പിച്ച് ഇങ്ങനെ ഊതിയിട്ട് സ്ലോ മോഷനൊക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള കുറച്ച് ഒരു പരിപാടികളൊക്കെ. അങ്ങനെ പിന്നെ ഫോട്ടോസ് കാര്യങ്ങൾ ഇത്രയും നമ്മളിപ്പോൾ കയറിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുവാണ് കേട്ടോ. ഇനിയും കുറച്ചും കൂടെ മുകളിലോട്ട് പോകാൻ പറ്റും. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് വീഡിയോസ് എടുത്തു ഏറ്റവും മുകളിൽ കയറിയതിന് ശേഷം.
ദേ ഏറ്റവും മുകളിൽ താഴോട്ട് നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്ത് റീലൊക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേനും അവിടെ കുറച്ച് ബൈക്കേഴ്സിനെ കണ്ടു, അത് റൈഡേഴ്സിനെ കണ്ടു. അങ്ങനെ അവരതുവഴി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇതാണ്ട് താഴോട്ട് ഇറങ്ങുവാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങിയത് വന്ന വഴിയല്ല, വന്നപ്പോൾ മല കയറിയാണ്. തിരിച്ചൊരു റോഡ് പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ഏറ്റമാണ് ഫുള്ള്, സോറി തിരിച്ചിറങ്ങുമ്പോൾ ഇറക്കമാണ്. ആ ഒരു റോഡ് വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ ദേ ആ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ റോഡ് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ആടി പാടി താഴോട്ട് ഇറങ്ങിയത് ഫുള്ള്. അങ്ങനെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ശരിക്കും ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കുറച്ച്